വാല്യൂ ആഡഡ് ടാക്സ് ഫയലിംഗ് നിങ്ങളുടെ കഴിഞ്ഞു. ഒരുപാട് ടാക്സ് നിങ്ങൾ സപ്ലൈസിന് പേ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കത് ടാക്സ് അതോറിറ്റിയിൽ നിന്നും തിരിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടോ? അതിനൊരു സൊല്യൂഷൻ ആണുള്ളത്. അതായത് ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് പ്രൊസീജിയർ. ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഓഫ് 100 റിയാൽ, അതായത് 100 റിയാൽ നിങ്ങൾക്ക് റീഫണ്ടെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 100 റിയാൽ കൂടുതൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇൻവോയ്സ് വൈസ് നിങ്ങളുടെ സെയിൽസ്, അതുപോലെ തന്നെ ഇൻവോയ്സ് വൈസ് നിങ്ങളുടെ പർച്ചേസസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ടാക്സബിൾ എക്സ്പെൻസസ്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഫോമിൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ ഇത് നമ്മൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള ഇൻവോയ്സസിന്റെ സാമ്പിൾ കോപ്പീസ് ഗവൺമെന്റ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1 to 3 മന്ത് വരെ എന്തെടുക്കാം, അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ്, ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തുള്ള ക്വറീസ് വരാം, അതിന് നിങ്ങൾ റിപ്ലൈ ചെയ്യേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് എത്രയാണോ കിട്ടാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് റീഫണ്ട് ആയിട്ട് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കണം, അതിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് അപ്ലൈ ചെയ്തിട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ.